പിന്നീട് അല്ലിയും അമ്പിയും ചോള രാജാവിന്റെ കുട്ടികളായി നീലിയും നീലനുമായി ജനിക്കുന്നു. തുടർന്ന് രാജ്യത്തുടനീളം ദുർനിമിത്തങ്ങൾ കാണപ്പെടുകയുണ്ടായി. പ്രധാനമായും ആ കാലത്ത് കന്നുകാലികൾ നഷ്ടപ്പെടുകയുണ്ടായി. ഇതിന് കാരണം കുട്ടികളാണെന്ന് തിരിച്ചറിഞ്ഞ ചോള രാജൻ കുട്ടികളെ ചോള രാജ്യത്തിന്റെ തെക്കേ അതിർത്തിയായ നാഗർകോവിലിന് സമീപമുള്ള പഞ്ചോക്കാട്ടിൽ ഉപേക്ഷിച്ചു. അതിനു സമീപമുള്ള പഴകന്നൂർ ഗ്രാമമായി പിന്നീട് കുട്ടികളുടെ വിഹാരകേന്ദ്രം. നാട്ടിലെ 70 ഊരാൺമക്കാർ ചേർന്ന് മാന്ത്രികനായ നാഗർകോവിൽ നമ്പിയെ വിളിച്ചുവരുത്തി നീലനെ ആവാഹിച്ചു തളച്ചു. എന്നാൽ നീലിയെ തളയ്ക്കാൻ അദ്ദേഹത്തിന് ആയില്ല. ഇതിനിടയിൽ നാഗർകോവിൽ നമ്പിയെ നീലി കൊലപ്പെടുത്തി. ഒരു ദിവസം നീലിയുടെ ഭർത്താവ് ആയിരുന്ന പൂജാരി നമ്പിയുടെ പുനർജന്മമായ അനന്തൻ എന്ന കാവേരിപ്പൂമ്പട്ടണം സ്വദേശി പഞ്ചവാങ്കാട് വഴി മുസിരിസിലേക്ക് വ്യാപാരത്തിനായി പോകാനൊരുങ്ങി. കൈയിൽ മന്ത്രിക ദണ്ഡ് ഉണ്ടായിരുന്ന അനന്തനെ തൊടാൻ നീലിക്ക് കഴിഞ്ഞില്ല. അയാൾ ഓടി പഴകന്നൂർ ഗ്രാമത്തിലെത്തി. ഇതിനിടയിൽ നീലി മായിൽ ഒരു കുട്ടിയുള്ള സ്ത്രീ രൂപം പൂണ്ട് തന്റെ ഭർത്താവ് താനുമായി വഴക്കിട്ടു പോകുന്നതാണെന്ന് ആളുകളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അയാൾ അവൾ യക്ഷിയാണെന്ന് കരഞ്ഞു പറഞ്ഞെങ്കിലും ആരും അയാളെ വിശ്വസിച്ചില്ല. എന്ന് മാത്രമല്ല, യക്ഷി അയാളെ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ 70 പേരും അയാളുടെ കൂടെ മരിക്കുമെന്ന് ഊരാൺമാക്കാർ സത്യം ചെയ്തു. നിവൃത്തിയില്ലാതെ നീലി അന്ന് രാത്രി അവിടെ താമസിച്ചുകൊണ്ട് അനന്തനെ കൊന്നു. പിറ്റേന്ന് രാവിലെ മരിച്ചു കിടക്കുന്ന അനന്തനെ കണ്ട് ഊരാൺമക്കാർ തങ്ങളുടെ വാക്ക് പാലിക്കാൻ വേണ്ടി അഗ്നിപ്രവേശനം ചെയ്തു. തന്റെയും തന്റെ സഹോദരന്റെയും മരണത്തിന് കാരണക്കാരനായ അനന്തനെയും 70 ഊരാൺമക്കാരെയും വധിച്ച ശേഷം നീലയൊരു കള്ളിപ്പാലയുടെ ചുവട്ടിൽ കുടിയിരിക്കുകയും യക്ഷിയമ്മായി മാറുകയും ചെയ്തു. തുടർന്ന് നീലി ആ കാട്ടിലൂടെ പോകുന്ന സ്ത്രീലംഭടരെയും അത്യാഗ്രഹികളായ ധനമോഹികളെയും വശീകരിച്ചു ചോര കുടിച്ചു കൊല്ലുന്നു. അപ്പോൾ തന്നെ അവൾ അവളെ ആശ്രയിക്കുന്നവർക്ക് അഭയമായി. എന്നാൽ ഇപ്രകാരം അവൾ അടങ്ങിയില്ല എന്നും കടമുറ്റത്ത് കത്തനാർ വന്നാണ് അവളെ തളച്ചതെന്നുമുള്ള മറ്റൊരു കഥയും നിലവിലുണ്ട്.